നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ചുരത്തിൽ പള്ളി മക്കാമിലാണ് കേട്ടോ. ഇവിടെ ഒരു മക്കാമുണ്ട്. അതേപോലെ അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് മഹാനായ CM വലിയുല്ലാഹി ഇബാദത്തിലായിരുന്ന ഒരു ഗുഹ ഉണ്ട് കേട്ടോ. ആ ഗുഹയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ ചുരത്തിലെ 4-ാം വളവെന്ന് നമ്മൾ ചായ കുടിക്കാനൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമല്ലേ, അവിടെ നിന്ന് ഇടത്തോട്ട് ചെറിയ റോഡുണ്ട്. ആ റോഡിന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നാൽ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ആർച്ച് കാണാം. ആ ആർച്ചിൻ്റെ റോഡ് കുത്തനൊരു കയറ്റാണ്. ആ കയറ്റം കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എടുത്തുക. അപ്പോൾ നേരെ വന്നിട്ട് ഈ റോഡ് ഇതാ ഇവിടെ എത്തിക്കഴിയും. വയനാട് ആ ഭാഗത്തെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് വന്നിട്ട് സന്ദർശിച്ച് പോകട്ടോ. ഒന്നോളി നമ്മളൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടുപോരാം. ഈ കാണുന്നതാണ് മക്കാമ്. അതിൻ്റെ നേരെ മുകളിൽ നമ്മളെ കാണുന്നതാണ് ഇതാ 9-ാം വളവിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ കാണുന്നത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മഹാനവർകളെ മക്ബറ. അതിൻ്റെ തൊട്ട് പിറകിലാണ് ആ ഗുഹകൾ. അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഈ കാണുന്ന ഒരു ഖബറാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതാ ഈ കാണുന്നതാണ് ഗുഹ. ഈ ഒരു ഗുഹയിലാട്ടോ മഹാനായ CM വലിയുല്ലാഹി ഒരുപാട് കാലം ഇബാദത്തിലായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇബാദത്തിലിരുന്നിരുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇവിടെ ഒരാൾക്ക് കഷ്ടിച്ച് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എണീച്ച് നിൽക്കാൻ കയ്യിൽ വലിയൊരു പാറൻ്റെ അടിയിലാണ് കേട്ടോ. കുറേ ഉള്ളോട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം.